നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിവുമായിട്ടാണ് ഇന്ന് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. റേഷൻ സാധനങ്ങൾ വാങ്ങുന്ന മുഴുവൻ ആളുകളും വീഡിയോ കാണാൻ ശ്രമിക്കുക. അല്ലാത്ത പക്ഷം നമുക്ക് വലിയ രൂപത്തിലുള്ള ഫൈനും മറ്റു കാര്യങ്ങളും അടയ്ക്കേണ്ടി വരും. നമ്മൾ വാങ്ങുന്ന ഓരോ കിലോ സാധനത്തിനും നമ്മൾ വലിയ രൂപത്തിലുള്ള ഫൈനും മറ്റു കാര്യങ്ങളും തിരിച്ചടയ്ക്കേണ്ടി വരും. ചുവപ്പ് മഞ്ഞ റേഷൻ കാർഡുള്ള ആളുകളാണ് ഇക്കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടത്. അതിനു മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതല്ല. ഗവൺമെന്റിന് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെന്റ് സേവനങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. നിലവിൽ മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുള്ള ആളുകൾക്ക് സബ്സിഡി നിരക്കിലാണ് സാധനങ്ങൾ ലഭിക്കുന്നത്. മഞ്ഞ റേഷൻ കാർഡിന് ഓരോ കാർഡിനും 30 കിലോ ധാന്യങ്ങളും ചുവപ്പ് റേഷൻ കാർഡിന് ഓരോ വ്യക്തിക്ക് 5 കിലോ ധാന്യങ്ങളുമാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ അനർഹമായിട്ടാണ് കൈപ്പറ്റുന്നതെങ്കിൽ നമ്മൾ വാങ്ങിയ ഓരോ കിലോ അരിക്കും 36 രൂപ വെച്ച് നമ്മൾ തിരിച്ചടയ്ക്കേണ്ടി വരും. സർക്കാരിൻ്റെ ഓരോ സമയത്തെ പുതിയ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നമ്മൾ അനർഹമായിട്ടാണോ കൈപ്പറ്റുന്നത് നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെ കൈപ്പറ്റുന്ന ഓരോ കിലോ അരിക്കും നമ്മൾ വലിയ രൂപത്തിലുള്ള ഫൈൻ തിരിച്ചടക്കേണ്ടി വരും. അത് നമുക്ക് വലിയ ബാധ്യതയായി തീരുകയും ചെയ്യും. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് മരണപ്പെട്ട ആളുടെ പേരുകൾ ഇനിയും ഒഴിവാക്കാത്ത ആളുകളെ കുറിച്ചാണ്. നമ്മുടെ റേഷൻ കാർഡിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുടെ പേര് 40 ദിവസത്തിനകം തന്നെ നമ്മൾ ഒഴിവാക്കണം. നമ്മൾ ഒഴിവാക്കാത്ത പക്ഷം നമ്മൾ ആവശ്യപ്പെട്ടില്ലെങ്കിൽ പോലും നമ്മൾ ഫിംഗർ പ്രിന്റ് വെക്കുന്ന അടിസ്ഥാനത്തിൽ നമുക്ക് അവരുടെ പേരിൽ അരിയും ലഭിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ എപ്പോഴാണോ അവരെ നമ്മൾ ഒഴിവാക്കാൻ അപേക്ഷ കൊടുക്കുന്നത്, ആ സമയത്ത് നമ്മൾ ഇതുവരെ വാങ്ങിയ മുഴുവൻ കിലോ അരിയുടെയും തൂക്കം കണക്കാക്കി നമ്മൾ ഫൈൻ അടയ്ക്കേണ്ടി വരും. അങ്ങനെ വലിയ രൂപത്തിലുള്ള ഫൈനുകൾ അടക്കുന്ന ഒരുപാട് ആളുകൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായി അക്ഷയ കേന്ദ്രങ്ങളിലും ഓൺലൈൻ സെന്ററുകളിലും വന്ന് ഫൈൻ അടക്കുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ പ്രവാസികളായ ആളുകളുണ്ടെങ്കിൽ, ചുവപ്പ് റേഷൻ കാർഡിൽ പ്രവാസികളായ ആളുകളുണ്ടെങ്കിൽ അവരുടെ പേരും NRK എന്ന് രേഖപ്പെടുത്തണം. അല്ലാത്ത പക്ഷം അത് ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ അവരും വലിയ രൂപത്തിലുള്ള ഫൈനുകൾ അടയ്ക്കേണ്ടി വരും. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ചുവപ്പ് റേഷൻ കാർഡിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് നമ്മുടെ പേരിൽ ഒരു വാഹനം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ, 4 ചക്ര വാഹനം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റേഷൻ കാർഡിന് അർഹതയില്ല, ചുവപ്പ് റേഷൻ കാർഡിന് അർഹതയില്ല. അങ്ങനെ നമ്മൾ എന്നാണോ വാഹനം രജിസ്റ്റർ ചെയ്തത് അതിനുശേഷം നമ്മൾ വാങ്ങുന്ന ഓരോ കിലോ ആയിരിക്കും നമ്മൾ ഈ ഒരു പറഞ്ഞ രൂപത്തിലുള്ള ഫൈൻ അടയ്ക്കേണ്ടി വരും. കുടുംബത്തിൽ 10 ആളുകളുണ്ടെങ്കിൽ നമ്മൾക്ക് ഏകദേശം 50 കിലോ അരിയായിരിക്കും ഒരു മാസത്തിൽ കിട്ടുക. 50 × 26 36 വെച്ച് നമ്മൾ ഫൈൻ തിരിച്ചടയ്ക്കേണ്ടി വരും. അത് വലിയ രൂപത്തിലുള്ള ഫൈനുകൾ തന്നെ ആവും. 2-3 വർഷം കഴിയുന്ന സമയത്ത് 30,000 40,000 രൂപ വരെ തിരിച്ചടയ്ക്കേണ്ട അവസ്ഥയിലേക്കാണ് പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ റേഷൻ കാർഡ് എടുക്കുന്ന സമയത്ത് നമ്മുടെ വീട് ചെറുതായിരിക്കാം. അതിനുശേഷം നമ്മൾ മക്കളാരെങ്കിലും അല്ലെങ്കിൽ റേഷൻ കാർഡിൽ പേരുള്ള ആരെങ്കിലും ഒരാൾ വലിയ വീട് വെക്കുകയും ആ വീട്ടിലാണ് താമസിക്കുകയും ചെയ്യുന്നതെങ്കിൽ നമുക്ക് റേഷൻ കാർഡിന് അർഹതയില്ല. അതുപോലെ തന്നെയാണ് നമുക്ക് റേഷൻ കാർഡിൽ പേരുള്ള ആരെങ്കിലും ഗവൺമെന്റ് സർവീസിൽ ജോലി ലഭിക്കുകയോ അല്ലെങ്കിൽ അതർ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കുകയോ ചെയ്താൽ അവർക്കും ചുവപ്പ് റേഷൻ കാർഡിന് അർഹതയില്ല. അതുപോലെ തന്നെയാണ് മഞ്ഞ റേഷൻ കാർഡിന് അർഹതയില്ലാത്ത ഒരുപാട് കാറ്റഗറി ഉണ്ട്. എല്ലാ ആളുകളും ശ്രദ്ധിക്കുക, നിലവിൽ അവർക്ക് ഏത് റേഷൻ കാർഡാണ് അർഹതയുള്ളത് അല്ലെങ്കിൽ ഏത് കാറ്റഗറി റേഷൻ കാർഡാണ് അർഹതയുള്ളത് അതിലേക്ക് തന്നെ മാറാൻ ശ്രമിക്കുക. അല്ലാത്ത പക്ഷം നമ്മൾ വാങ്ങുന്ന ഓരോ കിലോ ആയിരിക്കും നമ്മൾ വലിയ രൂപത്തിലുള്ള ഫൈൻ അടയ്ക്കേണ്ടി വരും. വരും ദിവസങ്ങളിൽ തന്നെ വീടുകളിലും അതുപോലെ തന്നെ റേഷൻ കടകളിലും എല്ലാം പരിശോധന തുടങ്ങുകയാണ്. നമ്മൾ മസ്റ്റിംഗ് പൂർത്തിയാക്കിയത് കൊണ്ട് തന്നെ നമ്മുടെ പേരിലുള്ള വാഹനങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ പേരിലുള്ള ഭൂമി എല്ലാം നമ്മൾ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തത് കൊണ്ട് തന്നെ അവർക്ക് കണ്ടെത്താൻ ഇപ്പോൾ വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ ഓരോ റേഷൻ ഇൻസ്പെക്ടർമാരും ഓരോ താലൂക്കുകളിൽ കേന്ദ്രീകരിച്ച്, ഓരോ റേഷൻ കടകളും കേന്ദ്രീകരിച്ച്, വീടുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ രൂപത്തിലുള്ള ഫൈനുകളാണ് ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി അക്ഷയ കേന്ദ്രങ്ങൾ അടക്കുന്നത്. ഓരോ ആളുകളും 30,000 40,000 രൂപയിലുള്ള വലിയ രൂപത്തിലുള്ള ഫൈനുകൾ തിരിച്ചടയ്ക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ അനർഹമല്ലാത്ത അല്ലെങ്കിൽ അർഹതയില്ലാത്ത ഒരു സാധനങ്ങളും വാങ്ങാതിരിക്കുക. ഇപ്പോൾ നമ്മൾ റേഷൻ കാർഡിൽ നിന്ന് പേര് വെട്ടാൻ അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ, നമ്മൾ നേരിട്ട് അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ അവരുടെ കാര്യങ്ങൾ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകുന്നുണ്ട്. ചെറിയ ഫൈനും മറ്റ് ഇളവുകളും അവർ നൽകുന്നുണ്ട്. അല്ലാതെ അവർ കണ്ടെത്തുകയാണെങ്കിൽ വലിയ രൂപത്തിലുള്ള ഫൈനിന് തിരിച്ചടയ്ക്കേണ്ടി വരും. അപ്പോൾ എല്ലാ കൂട്ടുകാരും നിർബന്ധമായിട്ട് നമ്മൾ ഏത് കാറ്റഗറിയിലാണോ അപ്പോൾ നമുക്ക് അർഹതയുള്ളതെന്ന് കണ്ടെത്തി അതിലേക്ക് തന്നെ നമ്മൾ റേഷൻ സാധനങ്ങൾ വാങ്ങാൻ റേഷൻ കടകൾ അല്ലെങ്കിൽ റേഷൻ കാർഡ് അതിലേക്ക് മാറുക. ഓൺലൈൻ വഴി ആയിട്ടാണ് നമ്മൾ ഈ റേഷൻ സംബന്ധമായിട്ടുള്ള മുഴുവൻ അപേക്ഷയും കൊടുക്കേണ്ടത്. റേഷൻ കാർഡിൽ നിന്നും ആളുകളെ പേര് ഒഴിവാക്കൽ, അതുപോലെ തന്നെ പുതിയ റേഷൻ കാർഡ് എടുക്കൽ, റേഷൻ കാർഡിൽ മരണപ്പെട്ടു പോയ ആളുടെ ഒഴിവാക്കൽ, ഓണർഷിപ്പ് മാറ്റൽ, അതുപോലെ തന്നെ വേറെ റേഷൻ കാർഡിൽ നിന്ന് പുതിയ റേഷൻ കാർഡിലേക്ക് ഒട്ടിമാറ്റൽ, അങ്ങനെ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. തൊട്ടടുത്തുള്ള ഓൺലൈൻ സെൻ്ററുകളിൽ ചെറിയ രൂപത്തിൽ
ചെറിയ പൈസക്ക് തന്നെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് റേഷൻ കാർഡ് ഓൺലൈനിൽ തന്നെ പ്രിന്റ് എടുക്കാനും സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ വീഡിയോ കാണാൻ